ഗുഡ് മോർണിംഗ് അലഫ്യു. നമസ്കാരം എല്ലാവർക്കും. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഈ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓഡിബിൾ ആണല്ലോ അല്ലേ? Yes, sir. Okay. താങ്ക് യു. സി ലൈഫ് ലേണിംഗ് ലെസൺസ് ഓറഞ്ച് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1626 ദിവസമാണ്. ആക്ച്വലി കഴിഞ്ഞ ഏകദേശം 100-ലധികം ദിവസമായിട്ടാണ് ലൈവ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ റെക്കോർഡിങ്സ് ആയിരിക്കും യൂട്യൂബിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവും കഴിഞ്ഞ ദിവസങ്ങൾ. ഏതായിരുന്നാലും വളരെ സന്തോഷമുള്ള ഒരു പുതുവത്സരത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കണം. നമ്മൾ 2020 ജൂലൈയിലാണ് ഈ ഒരു ലൈഫ് ലേണിംഗ് ലെസൺസ്, ജീവിത അനുഭവ പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ നമ്മൾ ശരിക്കും ആളുകളുമായിട്ട് പങ്കുവെക്കാൻ ശ്രമിച്ചത്. ഇത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലുള്ള മനുഷ്യരുടെ യാത്രക്കിടയിൽ, നമ്മുടെ ഓരോരുത്തരുടെയും യാത്രക്കിടയിലുള്ള അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ. ഇതിലെ ഏറ്റവും അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുഭവ പാഠങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഇത് കുറേ ദിവസം ലൈവ് കാണാൻ വേണ്ടി കുറേ പേര് കാത്തിരുന്നതും കാണാൻ പറ്റാതെ പോയതും പരസ്പരം ഒക്കെ വിഷമം തന്നെയാണ്. ഏതായിരുന്നാലും തുടർന്ന് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ കാണാൻ സാധ്യമാവട്ടെ എന്ന് വളരെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതുപോലെ ഓരോ വർഷത്തിലും നമ്മൾ പുതിയ റെസൊല്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. 2025 പുതിയ റെസൊല്യൂഷൻസും ചില മാറ്റങ്ങളും തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും പലരും. ഇവിടെ 2024 നമ്മുടെ 23 എൻഡിൽ നവംബർ മാസങ്ങളിൽ നമ്മൾ 24 പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തകരാമായ വീഡിയോ മോട്ടിവേഷൻ മോൺസ്റ്ററിന്റെ ഗ്രൂപ്പ് 10 അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറുണ്ട്, പലരും അതിനെക്കുറിച്ച് എഴുതാറുണ്ട്. ഇന്നലെ സഫോറ മാമിന്റെ ഒരു ദീർഘമായ എഴുത്ത് ഗ്രൂപ്പിൽ വന്നതൊക്കെ കണ്ടു. വളരെയധികം സന്തോഷമുണ്ട്. ഓറഞ്ച് ആപ്പിളിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം ശരിക്ക് ആളുകൾക്ക് വരാനും പോവാനും ഒക്കെ ഉള്ള ഒരു ഫ്രീ ഉള്ള, ഒരു സൗകര്യമുള്ള, ഫ്രീഡമുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറാണ്. ആക്ച്വലി ആർക്കും വരാം, ആർക്കും സസ്റ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയിലോ ഒരിക്കലോ ഇടയ്ക്ക് ആഴ്ചകളിലോ മാസങ്ങളിലോ ഒക്കെ വന്നു പോയ ആളുകൾ ഇഷ്ടംപോലെയുണ്ട്. ആളുകളൊക്കെ വരികയും എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ആക്ച്വലി ഓറഞ്ച് ആപ്പിൾ. ഇപ്പോഴും ഒരുപാട് ആളുകൾ വളരെ നല്ല പോസിറ്റീവ് എനർജിയുള്ള മെസ്സേജുകൾ ദിനേന എന്നോണം അയച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. 2025 നമ്മൾ എങ്ങനെ വരവേൽക്കുന്നു, എങ്ങനെ വരവേൽക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും നയമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷനിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷൻ, അത് മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവച്ച് 2025 സന്ദേശം കൈമാറി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കും. ഒരുപക്ഷെ ഫോക്കസിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരു 4 മാസം ലൈവ് നമുക്ക് നടത്താൻ പറ്റാതെ പോയത്. ഇയർ ഓഫ് ഫോക്കസ് എന്നാണ് 2025 നമ്മളുടെ ഒരു ചിന്തയിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു ഏരിയ. ഇയർ ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഫോക്കസ് ഓറിയന്റഡ് ആയിട്ട് ഏതൊക്കെ ഏരിയയിലെ ഫോക്കസ് ആണ് നമുക്ക് കുറവുള്ളത്, ആ ഫോക്കസിന് പൂർണ്ണമായിട്ട് ആക്കിയെടുക്കാൻ, ആ ഒരു ഫോക്കസിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എന്തൊക്കെ ഏരിയയിലാണ് നമുക്ക് ഫോക്കസ് ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരുപാട് ഏരിയകളിൽ നമ്മൾ ഫോക്കസ് ഉണ്ടാവണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ട ഒരു ഫോക്കസ് ഞാൻ ചിന്തിച്ചത്
എനിക്ക് തോന്നിയതും എനിക്ക് മനസ്സിലായ ഒരു കാര്യം തോട്ട് ഫോക്കസ് ആണ്. തോട്ട് ഫോക്കസ്, മറ്റൊന്ന് ഡെവലപ്മെന്റൽ ഫോക്കസ് ആണ്. രണ്ടൊന്ന് ഡെവലപ്മെന്റൽ ഫോക്കസ്, മറ്റൊന്ന് വേർഡ് ഫോക്കസ് ആണ്, മറ്റൊന്ന് ആക്ഷൻ ഫോക്കസ്. സി, ഈ തോട്ട് ആയിരുന്നാലും വേർഡ് ആയിരുന്നാലും ആക്ഷൻ ആയിരുന്നാലും ഇതിലൊക്കെ ഡെവലപ്മെന്റൽ ഫോക്കസ് ഇല്ലാതെ ഒരു കോൺക്രീറ്റ് സെറ്റിങ്സിൽ ഞാൻ സമ്പൂർണനായി, ഞാൻ ഇനി പൂർത്തിയായി, ഇനി അങ്ങോട്ട് ആവേണ്ടതില്ല എന്ന് തിങ്ക് ചെയ്യുന്നിടത്ത് നമ്മൾ നിന്നാൽ നമ്മളുടെ ഡെവലപ്മെന്റൽ ഫോക്കസ് ഇല്ലാണ്ടാവുന്നതാണ്. ഡെവലപ്മെന്റൽ ഫോക്കസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ്ങിന് ആവശ്യം. പല ആളുകളും പല ആളുകളും ഡെവലപ്മെന്റൽ ഫോക്കസ് ഇല്ലാതിരിക്കുകയോ അത് ഫോക്കസ്ഡ് ആവാതിരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സി, നമ്മുടെ ജീവിതത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ഫോക്കസിന് വേണ്ടി തോട്ട്സ് ആണ് ആദ്യം ഫോക്കസ്ഡ് ആവേണ്ടത്. നമ്മുടെ തോട്ട്സ് ഫോക്കസ്ഡ് ആവുകയും നമ്മുടെ വേർഡ്സ് വളരെ സീരിയസ്ലി ഫോക്കസ്ഡ് ആവുകയും ആക്ഷൻസ് അതുപോലെ തന്നെ ഫോക്കസ്ഡ് ആവുകയും ചെയ്താൽ മാത്രമാണ് ഈ ഡെവലപ്മെന്റൽ ഫോക്കസ് ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിരുന്നോ ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റും. തോട്ട് ഫോക്കസ്ഡ് ആവണം ശരിക്കും. തോട്ട് ഫോക്കസ്ഡ് ആവണമെങ്കിൽ നമ്മൾ തിങ്ക് അബിലിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താണോ നമുക്ക് കൂടുതൽ തോട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ ആവശ്യം, അതിനാവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ, ബ്രെയിൻ്റെ ഇൻപുട്ടുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ബ്രെയിൻ ഇൻപുട്ടുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് പ്ലാനുകൾ, കഴിഞ്ഞ വർഷത്തിലെ ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസം നമ്മൾ ഒരു 250ഓളം ദിവസം ലൈവ് സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ത്രൂ ഔട്ട് സെഷൻ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻപുട്ട്, തോട്ട് ഇൻപുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റീഡിങ്ങോ ലിസണിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അസോസിയേഷനോ നമുക്കുണ്ടാവണം. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘം ഓർഗനൈസേഷൻ ഉണ്ടാവുക എന്നുള്ളതല്ല, അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് നമുക്കുണ്ടാവുക, അത്തരത്തിലുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള വായന നമുക്കുണ്ടാവുക, അതേപോലുള്ള കേൾവി നമുക്കുണ്ടാവും. ഇത് മൂന്നും പ്രധാനമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ വേർഡ്. അതല്ലാതെ ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റ് ആയതുപോലെ ഒരു ബിൽഡിംഗ് പോലെ ഒരു മനുഷ്യന്റെ മനസ്സാവാൻ പാടില്ല എന്നുള്ളതാണ്. കലണ്ടറുകൾ മാറുന്നു, കലണ്ടർ ഒരു പേപ്പർ മാത്രമാണ്, അതങ്ങനെ ഒരു കോൺക്രീറ്റ് ആയിട്ട് നിൽക്കും. അത് വെച്ചിരിക്കുന്ന ചുമര് കോൺക്രീറ്റ് ആയിരിക്കും. പക്ഷെ ആ കലണ്ടർ നോക്കിക്കൊണ്ടിരിക്കുകയും അതിനനുസരിച്ച് ജീവിതം പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ കോൺക്രീറ്റ് ആവുന്നില്ല എന്നുള്ള, ആവാനും പാടില്ല എന്നുള്ള. അങ്ങനെ ഞാൻ പൂർണ്ണമായി എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടും. സോ ഒരു ഫോക്കസ്, ഓഫ് ഫോക്കസിലേക്ക് നമ്മളെ സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അടുത്ത ഒരു ദിവസം 365 ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരുപാട് ഗ്രോത്ത്, ഡെവലപ്മെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഡെവലപ്മെന്റിന്, എൻ്റെ ഗ്രോത്തിന് ആനുപാതികമായ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളിടത്തേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആക്കാൻ സാധിച്ചാൽ, ഞാൻ കാണുന്നത് എന്നുകൂടി ചിന്തിച്ചാൽ വളരെ ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ ഇൻപുട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന വിഷ്വൽ ആയിട്ടുള്ള റിസീവിംഗ് ആയിരുന്നാലും ഓഡിയോ റിസീവിംഗ് ആയിരുന്നാലും അസോസിയേറ്റീവ് റിസീവിംഗ് എല്ലാം നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇന്നലെ വളരെ നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല ആക്ടിവിറ്റി തുടങ്ങിയ ആളുകളുണ്ട്. അതേസമയം സെലിബ്രേറ്റ് ചെയ്തിട്ട് അതിനെ മോശമായ രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്ത് നല്ല രൂപത്തിൽ സെലിബ്രേഷൻ പല രൂപത്തിലെടുത്താലും പലരും പല ആംഗിളിൽ എടുത്ത ആളുകളുണ്ട്. ഏത് ആംഗിളിൽ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതിനേക്കാൾ പ്രധാനം ഞാൻ ഏത് ആംഗിളിൽ പോകണം എന്നുള്ളതിനെ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അടുത്ത ദിവസങ്ങളിലുള്ള സെഷനുകളിൽ നമ്മൾ എമോഷണൽ ഏരിയയെക്കുറിച്ച്, എമോഷൻ എന്ന് പറയുന്ന ഏരിയയെക്കുറിച്ചുള്ള ചില ടോപ്പിക്കുകൾ നമുക്ക് സൈക്കോളജി ഓഫ് ലിവിങ്ങിൻ്റെ പാർട്ടായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഈ വർഷത്തെ ഇയർ ഓഫ് ഫോക്കസ് ആയിട്ട് കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. അങ്ങനെ സാധിച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം നമുക്കുണ്ടാവേണ്ട ചേഞ്ച് വരേണ്ടത് ശരിക്ക് ഇയർ ഓഫ് ഫോക്കസിൽ തോട്ടാണ്. നമ്മൾ തോട്ട് ഫോക്കസ് ഇംപ്രൂവൈസ് ചെയ്യാനുള്ളത്.
അതേപോലെ തന്നെ വേർഡിൽ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യും. ഇവിടെയൊക്കെ ഡെവലപ്മെന്റൽ ഫോക്കസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ടതാണ്. അതല്ല പുള്ളി ഇപ്പോഴും അതുപോലെ തന്നെയാണ് എന്നുള്ള രൂപത്തിൽ നമ്മളിങ്ങനെ തന്നെയാണ് എന്നതിനപ്പുറത്തേക്ക് ഓരോ ദിവസവും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. അത് നമ്മളുടെ നല്ല വാക്കുകൾ നമ്മളിൽ നിന്ന് വരാനും നല്ല ചിന്തകൾ നമ്മൾ നിലനിർത്താനും അതിനെ ബേസ് ചെയ്തിട്ടാണ് നല്ല വാക്കുകൾ വരിക. അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനൊക്കെ അത് സഹായിക്കും. അങ്ങനെ സഹായിക്കട്ടെ. വർഷം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും, പക്ഷേ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കും. നമ്മളിൽ ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോകത്താർക്കും അത് ലഭ്യമാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഐ വിഷിംഗ് യു എ വെരി beautiful, prosperous, and a year of focus in 2025. Wishing you all the very best and have a great day and God bless. Thank you so much. So, നാസർ മാഷ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, മൈക്കിനടുത്തുണ്ടെങ്കിൽ. പുതുവത്സരാശംസകൾ എല്ലാവർക്കും നേരുകയാണ്. വളരെ സന്തോഷം. പുതുവർഷത്തിൽ വീണ്ടും സാറ് വളരെ ആക്റ്റീവായി, അതോടൊപ്പം വളരെ ഹാപ്പിയായി നമ്മളിലേക്ക് എത്തിയതിൽ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ആശംസകൾ നേരുകയും സാറിനെ വളരെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. എന്നും സാറിനെ ഓർക്കാറുണ്ട്. ഒരുപാട് നമുക്ക് ആ ക്ലാസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമായതാണ്. ഇനിയും പ്രചോദിപ്പിക്കാൻ വേണ്ടി സാറ് നമ്മിലേക്ക് വന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് വളരെ ഏറെയാണ് സർ. എന്തായാലും ഇത്തരം ക്ലാസ്സുകൾ ഇനിയും തുടരണം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യാനുണ്ടാകും. അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much. Over to you, റഹ്മാൻ സാർ. മൈക്കിനടുത്തുണ്ടോ? താങ്ക് യു നാസർ മാഷ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വോട്ട് ഓഫ് താങ്ക്സ് ആർക്കെങ്കിലും ഒരാൾക്ക് മൈക്ക് എടുത്ത് പറയാം. റഫീഖ്. എനിക്ക് മൈക്ക് ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല, അതാണ് ഞാൻ. കുഴപ്പമില്ല. കുറെ കാലമായിട്ട് താങ്കളുടെ സൗണ്ട് കേൾക്കാൻ കഴിയാത്തതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ഇന്ന് കേട്ടപ്പോ ഭയങ്കരമായ സന്തോഷം തോന്നി. ഏതായാലും നമ്മുടെ മനസ്സ് കോൺക്രീറ്റ് ആകാതെ സൂക്ഷിക്കണമെന്നും ആ പഴയ വാക്കുകളിൽ കൂടെ ആ സന്തോഷം പങ്കിടാൻ കഴിഞ്ഞതും വളരെ സന്തോഷമായി തോന്നി. ഒരിക്കലും നമ്മൾ കടുത്ത മനസ്സോടുകൂടി ആകരുത്, സോഫ്റ്റ് ആകണം. അത് കലണ്ടറിന്റെ താള് പോലെ ഇളകാൻ കഴിയാന്നായിരിക്കണം, അതിന്റെ തൊട്ടപ്പുറത്തുള്ള ചുമര് പോലെ ആകരുത് എന്നൊരു വിശദീകരണം വളരെ ഭംഗിയായിട്ടുണ്ട്. ഏതായാലും കേൾക്കാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ ഈ സുപ്രഭാതത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. സാറിന്റെ കുടുംബത്തിനും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സാറിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ സർ, താങ്ക് യു. Thank you so much. Thank you. See, Rahima ma'am, vote of thanks പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഈ ഒരു പുതുവർഷ ദിനത്തിൽ ഒരു ന്യൂ റെസൊല്യൂഷൻ സാർ പറഞ്ഞ പോലെ അത് എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി ഒന്നുകൂടി ഒരു പ്രചോദനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് നാള് സാറിന്റെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അതിൻ്റെതായ ഒരു ലിമിറ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആർക്കും ഒരു വളരെ പ്രയാസം ഉണ്ടായിരുന്നു എന്ന് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ മനസ്സിലാക്കിയതാണ്. അതാണ് സാർ പറഞ്ഞ പോലെ ഒരു ഇയർ ഓഫ് ഫോക്കസ്, അതാണ് ഇനി മുതൽ നമ്മൾ എല്ലാവരും ലക്ഷ്യം വെക്കേണ്ടത്. അതിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് തോട്ട് ഫോക്കസിനാണെന്ന് സാർ പറഞ്ഞു. അതുപോലെയാണ് നമുക്ക് ആ ഡെവലപ്മെന്റിൽ ഫോക്കസ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും എല്ലാവരിലും ആ ഒരു ചേഞ്ച് ഉണ്ടാവണം. നമ്മുടെ തോട്ട് ഫോക്കസിന് എല്ലാവരും പ്രാധാന്യം കൊടുക്കണം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ തന്നെ.
തീർച്ചയായിട്ടും ഒരുപാട് ചേഞ്ചുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും അത് കൂടുതൽ ചേഞ്ചുകൾ വരുത്തിക്കൊണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണം. താങ്ക് യു സോ മച്ച് എസ്കർ സാർ. താങ്ക് യു ഓൾ. Thank you so much. Have a great day and have a bright year. God bless and thank you so much. Thank you all. Love you all. Bye. Okay, sir. Thank you.